അങ്ങോട്ടേക്ക് അപ്പുറത്തേക്ക് കടക്കുന്ന ദൃശ്യമാണ് ഈ കാണുന്നത്. ഏറ്റവും ദുസ്സഹമായി തോന്നിയിട്ടും കാരണം ആ പുഴയുടെ ശക്തിയെ ഈ മലമേഖലയിൽ അതിശക്തമായിട്ട് തന്നെ മഴ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈയിടക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ദുഃഖകരമായ ഒരു സംഭവമാണ് നമ്മളെല്ലാവരും കേട്ടത്. വയനാട്ടിൽ നടന്നതായ ആ ഭീകരമായ അപകടകരമായ ഒരു സംഭവമായിരുന്നു. ഉരുൾപൊട്ടി മുഴുവനായിട്ടും മൊത്തം ഗ്രാമം തന്നെ അങ്ങോട്ട് ഒഴുങ്ങിപ്പോവുകയാണ് വെള്ളത്തിലൂടെ. എത്രയോ ജനങ്ങൾ, എത്രയോ കുടുംബങ്ങൾ, പിഞ്ചോമന പൈതങ്ങൾ ആ ഒരു വെള്ളത്തിൻ്റെ അടിയിലും മണ്ണിൻ്റെ അടിയിലുമായി ജീവൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് നമ്മേവരെയും കാത്ത് രക്ഷിക്കട്ടെ എന്ന് നമുക്ക് ആദ്യം തന്നെ പ്രാർത്ഥിക്കാനാണ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ആ കുടുംബത്തിന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായ സഹായ സഹകരണങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ സമയത്തൊക്കെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനാണ് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത്. ഇനിയും കാലങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിലും നമ്മുടെ കയ്യിൽ എത്ര വലിയ സമ്പത്തുണ്ടായിട്ടും എത്ര വലിയ സ്വത്തുണ്ടായിട്ടും വലിയൊരു ആളാണെന്ന് കരുതിയിട്ടും നാടിൻ്റെ നേതാവാണോ അല്ലെങ്കിൽ നാടിനെ ഭരിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. അള്ളാഹുവിനെ അത് ഒരൊറ്റ സെക്കൻഡ് മതി അതിനെല്ലാം നഷ്ടപ്പെടുത്താൻ. നമ്മൾ കണ്ടതല്ലേ വയനാട്ടിൽ നടന്നതായ ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. എത്ര വലിയ വീടുണ്ടായിട്ടും കാറുണ്ടായിട്ടും എല്ലാം വെള്ളത്തിലൂടെ ഒഴിഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടത്. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. അതുപോലെ തന്നെയാണ് അവിടുത്തെ ഒരു ഖതീബ് ഉസ്താദിനെ മരണപ്പെടുകയാണെന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞു. മണ്ണിലൂടെ ഇന്ന് സുബഹി നേരത്ത് 31-ാം തീയതി സുബഹി നേരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതശരീരം കിട്ടാൻ വേണ്ടി കഴിഞ്ഞു. മയ്യത്ത് കിട്ടി എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദന്മാരാകുമ്പോൾ അവർ വീട്ടിൽ ഉള്ള ഭാര്യ, മക്കളെ, ഉമ്മ, ഉപ്പ എല്ലാവരെയും വിട്ട് പള്ളിയിൽ അള്ളാഹുവിൻ്റെ ദീനി ഖിദ്മത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വന്ന് പള്ളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ശരീരം കണ്ടെത്താനും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ കുറേ കുടുംബക്കാരൊക്കെ അവരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, വാപ്പയും ഉമ്മയും മകനും മക്കളും എല്ലാവരെയും ആ ഒരു ഗ്രാമത്തിലുണ്ടായിരുന്ന ആൾക്കാർ, കുറേ ആൾക്കാർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. വഴികളെല്ലാം എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊന്നും ചെയ്യാനില്ല. ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ദുആ അല്ലാതെ മറ്റൊന്നും നമ്മുടെ കയ്യിൽ ആയുധമായിട്ടില്ല. നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് രണ്ടാണ്. ഒന്ന് ദുആയാണ്, മറ്റൊന്ന് സ്വതക്കയാണ്. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാർക്ക് സ്വതക്ക ചെയ്യുക, അവിടുത്തെ വേണ്ടതായ സഹായ സഹകരണം ചെയ്തു കൊടുക്കുക, ദുആ ചെയ്യുക. ഈ രണ്ട് കാര്യമാണ് നമ്മുടെ കയ്യിലുള്ളത് ആകെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഇത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് നമ്മേവരെയും കാത്ത് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.